ചേമ്പ് മോരൊഴിച്ചത് എൻ്റെ ഫേവററ്റ് ആണ്. ഇത് ഒരുപാട് പേർക്ക് അറിയാം, പക്ഷെ എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നല്ല ചൂട് ചോറിലേക്ക് ക്രീമി ആയിട്ടുള്ള ഈ ചേമ്പിന്റെ കറി കഷ്ണങ്ങളോട് കൂടി അങ്ങ് ഒഴിച്ചിട്ട് ആ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഉടച്ച് ചോറിന്റെ കൂടെ കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റ് ആണെന്നറിയോ. ഇപ്പൊ കൊതി വരുന്നില്ലേ എല്ലാവർക്കും? എന്നാ വരൂ, ഉണ്ടാക്കാം. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. കുറച്ചൊരു വലിയ അളവിലാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഒരു 5-6 പേർക്ക് കഴിക്കാനുള്ള പാകത്തില് ചേമ്പ് എടുത്തിട്ടുണ്ട്. ഒരു 200 മുതൽ 300 ഗ്രാം വരെ എടുക്കാം. ഞാനിവിടെ 300 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് കഷ്ണങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണാനാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. തോല് കളഞ്ഞതിന് ശേഷം നല്ല വെള്ളത്തിലിട്ട് 3-4 പ്രാവശ്യം ഒന്ന് ഒലച്ച് കഴുകുക കേട്ടോ. എന്നാൽ അതിന്റെ ആ ഒട്ടിപ്പിടുത്തങ്ങ് മാറി കിട്ടും. ഞാനൊരു മൺചട്ടിയാണ് കറി വെക്കാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ കഴുകിയെടുത്ത പീസസ് ഒക്കെ മൺചട്ടിക്കകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാൻ കഷ്ണങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഞാനൊരു മീഡിയം സൈസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലും ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഷ്ണങ്ങൾ ചെറുതാക്കാം. ഇതിന്റെ കൂടെ തന്നെ 2 പച്ചമുളക് മീഡിയം സ്പൈസി ആയിട്ടുള്ളത് ഒന്ന് കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു തണ്ട് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ചുവന്ന മുളക് പൊടി 1/4 ടീസ്പൂൺ. ചുവന്ന മുളക് പൊടി ചേർക്കുന്നത് ഒരു നിറത്തിന് വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ അത് ഒരു പേൽ യെല്ലോ കളറിലായിരിക്കും കറി ഇരിക്കുക. കഷ്ണങ്ങൾ മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ. വെള്ളം ചേർത്ത് കൊടുത്തു. ഉപ്പ് നമ്മൾ ഒരു തിള കഴിഞ്ഞിട്ടേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടപ്പ് കൊണ്ട് അടച്ച് വേവിക്കാം. ഒരു തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി വേണ്ടത് ചെറുകിയ തേങ്ങ 1 കപ്പ്, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും മാത്രം മതിയേ. ഇതെല്ലാം കൂടെ നല്ല മിനുസമായിട്ട് അരച്ചെടുക്കാം ഇതേപോലെ. ഇത് മാത്രമല്ല, തൈരും കൂടെ നമുക്ക് ഇപ്പം തന്നെ അങ്ങ് സെറ്റ് ചെയ്യാം. പണ്ടൊക്കെ എല്ലാവരും മോര് തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നെ പോകെ എല്ലാവർക്കും ആ ഒരു ക്രീമിനെസ് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം തൈര് ഉടച്ച് ചേർത്ത് തുടങ്ങിയത്. ഞാനും ഇപ്പൊ തൈരാണ് ചേർക്കുന്നത്. 1 കപ്പ് തൈര് മിക്സിയിൽ ചേർത്ത് 2 പൾസ് കൊടുത്ത് സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ കറിയുടെ അടപ്പ് തുറന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ വേവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. അത് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടുന്നത് വരെ. നല്ല ചേമ്പാണെന്ന് തോന്നുന്നു, നന്നായിട്ട് വേവുന്നുണ്ട്, കല്ലിക്കുന്നില്ല. ഏകദേശം 1 മിനിറ്റോളം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടപ്പ് തുറന്നിട്ടുണ്ട്. കഷ്ണങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ഉടഞ്ഞു കലങ്ങിയിട്ടുമില്ല, കല്ലിച്ച് കിടക്കുന്നുമില്ല. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുന്നതിന്റെ കൂടെ തന്നെ ചൂടുവെള്ളം ഒഴിച്ച് അതിന്റെ കൺസിസ്റ്റൻസിയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. കഷ്ണങ്ങൾ ഉടയാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കറി തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കറി ഇതേപോലെ തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തവി കൊണ്ടൊന്ന് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫാക്കിയതിന് ശേഷം ആ ചട്ടിയിലുള്ള ആ ചൂടിലേക്ക് നമുക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ചട്ടിയിൽ അപ്പോൾ ഉള്ള ആ ചൂട് മതി കേട്ടോ തൈരിന്. തൈര് കറിയിലേക്ക് നല്ലോണം ബ്ലെൻഡ് ആവുന്നത് പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഉപ്പും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. കറി അടുപ്പത്തൊന്നും മാറ്റിവെച്ചു. ഇനി നമുക്കൊരു അടിപൊളി വറവും കൂടെ കൊടുക്കാം. ഒരു താളിപ്പ് വറവിടാനുള്ള താളിക്കാനുള്ള ഒരു പാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 മുതൽ 1.5 ടീസ്പൂൺ വരെ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിക്ക് ഉലുവ കുറച്ചധികം ചേർക്കുന്നത് നന്നായിരിക്കും. കടുകും ഉലുവയും പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു 4-5 വറ്റൽമുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകിന്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഒരു 5-8 സെക്കൻഡ് വഴറ്റിയ ശേഷം ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. എന്നിട്ട് ആ ചൂടിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ പണ്ട് കാലത്ത് അമ്മമ്മമാരുടെ ടെക്നിക്സ് ആയിരുന്നു കേട്ടോ, രുചിയും മണവും കൂട്ടാനുള്ള. വറവ് അല്ലെങ്കിൽ താളിപ്പ് കറിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചേമ്പ് മോരൊഴിച്ചത് റെഡിയാണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇതുപോലെയാണോ നിങ്ങൾ ഉണ്ടാക്കാറുള്ളത്, ഇതുപോലെ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്ന വ്യത്യാസം എന്നൊക്കെ
കമൻറ്റിലിടൂ കേട്ടോ, എനിക്കും കൂടെ പഠിക്കാമല്ലോ. ഇനി ഇതുവരെ ചേമ്പ് മോരൊഴിച്ചത് ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരൂ കമൻറ്റിൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.